Hi, hello, my dear students, my dear children. This is the second part of our map study. മാപ്പ് സ്റ്റഡിയുടെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ പാർട്ട് 1 വീഡിയോ തീർച്ചയായും വ്യൂ ചെയ്യുക. അവിടെ നമ്മൾ 3 മാപ്പുകളാണ് സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് മറ്റ് ചില മാപ്പുകളിലേക്ക് പോകാം. ആദ്യത്തെ മാപ്പിലേക്ക് നമുക്ക് വരാം. ഇത് ഹോട്ട് ഡെസേർട്സ്. നമ്മുടെ വേൾഡിലെ ഹോട്ട് ഡെസേർട്സ് ഏതൊക്കെയാണെന്ന് ഈ മാപ്പിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ABCDE FGHIJK. ഓക്കെ, കെ വരെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഹോട്ട് ഡെസേർട്സ്. അപ്പോൾ ഈ കെ വരെയുള്ള എല്ലാ ഹോട്ട് ഡെസേർട്സും ഒരുമിച്ച് നമ്മളോട് നമ്മുടെ എക്സാമിന് ചോദിക്കുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ ഹോട്ട് ഡെസേർട്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ഹോട്ട് ഡെസേർട്സ് എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഏതൊരു ഹോട്ട് ഡെസേർട്ട് മാർക്ക് ചെയ്യാനും നമുക്ക് വന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ടും കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പം എല്ലാവരും നോക്കിക്കേ. എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? കണ്ടോ, നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹോട്ട് ഡെസേർട്സിൻ്റെ പേരെന്താണെന്ന് നോക്കിയേ. ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഏഷ്യയുടെ സൗത്ത് ഏഷ്യയിലുള്ള ഇന്ത്യയിലെ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? ഥാർ ഡെസേർട്ട് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഥാർ ഡെസേർട്ട് എവിടെയാണെന്നുള്ളതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ത്യ ഇവിടെ നിങ്ങൾക്ക് കാണാം. അവിടെ ഥാർ ഡെസേർട്ട് ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്ത്, അല്ലേ, നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഥാർ ഡെസേർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബി സൗത്ത് അമേരിക്കയിലാണ്. ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിലേക്ക് നോക്കുക. അവിടെ ബി അറ്റക്കാമ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. അറ്റക്കാമ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത സി, ദ വെൽ നോൺ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ ഫോർ കോപ്പർ ഡെപ്പോസിറ്റ്സ്. കോപ്പർ ഡെപ്പോസിറ്റ്സിന് ഏറ്റവും കൂടുതൽ കോപ്പർ ഡെപ്പോസിറ്റ് ഉള്ള ലോകപ്രശസ്തമായ സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഡെസേർട്ട് ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും അവിടെയും ആൻസർ അറ്റക്കാമ തന്നെയാണ്. അറ്റക്കാമ. ഓക്കെ, അപ്പോൾ അറ്റക്കാമ എന്ന ആ ഒരൊറ്റ ഹോട്ട് ഡെസേർട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, സൗത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അപ്പോൾ നമുക്ക് ഏത് തന്നെ ആൻസർ? അറ്റക്കാമ. ഇനി അറ്റക്കാമ എന്ന അതേ ആൻസർ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് അവർക്ക് ചോദിക്കാം. കോപ്പർ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ള സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഡെസേർട്ട് ഏതാണ്? കോപ്പർ ഡെപ്പോസിറ്റ് ഉള്ള സൗത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഏക ഡെസേർട്ട് എന്ന് പറയുന്നത് അറ്റക്കാമ ഡെസേർട്ട് തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ കോപ്പർ ഡെപ്പോസിറ്റ് ഉണ്ട്. ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് സഹാറ ഡെസേർട്ടാണ് നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് ഡെസേർട്ട് അത് ആഫ്രിക്കയിലാണ്. നിങ്ങൾക്കറിയാം, ആഫ്രിക്കയിലെ സഹാറ ഡെസേർട്ടാണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട്. ഓക്കെ, അപ്പോൾ ഡി എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഡി കാണാം. സഹാറ അവിടെ എഴുതിയിട്ടുണ്ട്, സഹാറ എന്ന്. ഇനി ഇയിലേക്ക് വന്നേ. എന്താണ്? ദ ഡെസേർട്ട് വിച്ച് ഹയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡഡ് ഇൻ ദ വേൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏക ഡെസേർട്ട് ഏതാണ്? അതും സഹാറ ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറ്റക്കാമയ്ക്ക് 2 ആൻസർ ഉണ്ട് നമ്മൾ കണ്ടു, അല്ലേ? 2 ചോദ്യം വന്നാൽ നമുക്ക് അറ്റക്കാമ മാർക്ക് ചെയ്താൽ മതി. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചാലും സഹാറ ഡെസേർട്ടാണ്. ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയുടെ നോർത്ത് ഭാഗത്ത് അവിടെ കാണിച്ചിരിക്കുന്ന പോലെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയ ഡെസേർട്ട് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് മാർക്ക് ചെയ്യാവുന്ന ഡെസേർട്ടാണ് സഹാറ ഡെസേർട്ട്, ആഫ്രിക്കയിലെ സഹാറ. ഓക്കെ, ഇനി നമുക്ക് എഫിലേക്ക് വരാം. എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ഏഷ്യ.
ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അറേബ്യൻ ഡെസേർട്ട്. എഫ്. എല്ലാവരും നോക്കുക, അറേബ്യൻ ഡെസേർട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എഫ് എന്ന് മാർക്ക് ചെയ്യുന്നു, അവിടെ അറേബ്യൻ ഡെസേർട്ട് എന്ന് എഴുതുന്നു. നിങ്ങളും മാർക്ക് ചെയ്യേണ്ടതും എഴുതേണ്ടതും ഇതേ രീതിയിൽ തന്നെയാണ്. ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ നെയിം എഴുതുക, അവിടെ അതിൻ്റെ പർട്ടിക്കുലർ ആൽഫബറ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് ആരോ വരച്ച് എഴുതി വെക്കുക. എഫ് അവിടെ അറേബ്യൻ ഡെസേർട്ട്. എന്താണ് ഈ അറേബ്യൻ ഡെസേർട്ട്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട്. ഇന്ത്യയിലെ ഡെസേർട്ടാണ് ഏത്? നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ധാർ ഡെസേർട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇയിലേക്ക് വരാം. അല്ല, ജി. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. സൗത്തേൺ ഹെമിസ്ഫിയറിലെ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണ്? ലോകത്തിലേക്കും ഏറ്റവും ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ടാണ് സഹാറ. ഓക്കെ, അത് സൗത്തേൺ ഹെമിസ്ഫിയറിലല്ല. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണ്? അത് ഓസ്ട്രേലിയൻ ഡെസേർട്ടാണ്. ജി. ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റിലേക്ക് നോക്കുക. ഓസ്ട്രേലിയൻ ഡെസേർട്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ജി എന്ന് മാർക്ക് ചെയ്തിട്ടുമുണ്ട്. കണ്ടല്ലോ, ഓസ്ട്രേലിയൻ ഡെസേർട്ട് സൗത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെസേർട്ട്. ഓക്കെ, അടുത്തത് എച്ച്. ദ വെൽ നോൺ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ ഫോർ ഗോൾഡ് മൈനിങ്. ഗോൾഡ് മൈനിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സൗത്തേൺ ഹെമിസ്ഫിയറിലെ ഡെസേർട്ട് ഏതാണ്? അവിടെയും ആൻസർ ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ഏറ്റവും കൂടുതൽ ഗോൾഡ് മൈൻ ചെയ്യുന്ന സൗത്തേൺ ഹെമിസ്ഫിയറിലെ ഡെസേർട്ട്, അവിടെയും ആൻസർ ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ, ആൻസർ ഓസ്ട്രേലിയൻ ഡെസേർട്ട്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഒരേ സ്ഥലം മാർക്ക് ചെയ്താൽ മതി, ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ഓക്കെ, എച്ച്. അടുത്ത ഹോട്ട് ഡെസേർട്ട് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? നോർത്ത് അമേരിക്ക കണ്ടു, ഇവിടെ ഇതാണ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട് ഏതാണ്? ഐ. മൊജവ് ഡെസേർട്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഐ, അവിടെ അതിൻ്റെ നെയിം എഴുതിയിട്ടുണ്ട്, ആരോ ഇട്ടിട്ടുണ്ട്. മൊജവ് ഡെസേർട്ടാണ് നോർത്ത് അമേരിക്കയിലെ ഹോട്ട് ഡെസേർട്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രോപ്പിക്കൽ ഡെസേർട്ട് ഇൻഹിബിറ്റഡ് ബൈ ദ ഇൻഡിജിനസ് ബുഷ്മെൻ ട്രൈബൽ പീപ്പിൾ ലീവ് ഇൻ ആഫ്രിക്ക. ബുഷ്മെൻ എന്ന ട്രൈബൽ പീപ്പിള് അവരുടെ സ്ഥലമായ ആഫ്രിക്കയിലെ ആ ട്രോപ്പിക്കൽ ഡെസേർട്ട് ഏതാണ്? കൽഹാരി ഡെസേർട്ടാണ് ബുഷ്മെൻ്റെ സ്ഥലം. നോക്കുകയും കൽഹാരി ഡെസേർട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജെ. ആഫ്രിക്കയുടെ സൗത്ത് ഭാഗത്തേക്ക് വരിക, അവിടെ കൽഹാരി ഡെസേർട്ട് മാർക്ക് ചെയ്തേക്കുന്നത് നോക്കുക. ബുഷ്മെൻ എന്ന പർട്ടിക്കുലർ ട്രൈബൽ ഗ്രൂപ്പ് ജീവിക്കുന്ന ഹോട്ട് ഡെസേർട്ടാണ് കൽഹാരി ഡെസേർട്ട് ആഫ്രിക്കയിലാണ്. സഹാറ ഡെസേർട്ട് ലോകത്തിലേക്കും വലിയ ഡെസേർട്ടാണ്, അതും ആഫ്രിക്കയിലാണ്. അത് സൗത്തേൺ ഹെമിസ്ഫിയറിലല്ല, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഓക്കെ, ദെൻ ലോകത്തിലേക്കും ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് അല്ല അറേബ്യൻ ഡെസേർട്ട്, അത് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ഏഷ്യയാണ്. ഓർത്തോണം, ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ഏഷ്യ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഒരു ഡെസേർട്ട് കൂടി നമുക്ക് പഠിക്കാം. ലൊക്കേറ്റ് ആൻഡ് ഷെയ്ഡ് നെയിം ഡെസേർട്ട്. ഓക്കെ, എവിടെയാണ് ആ ഡെസേർട്ട്? അതും ആഫ്രിക്കയിൽ തന്നെയാണ്. നമീബ് ഡെസേർട്ട്, കെ. ആഫ്രിക്കയുടെ വെസ്റ്റ് ഭാഗത്ത്, സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് നമീബ്. അപ്പോൾ ആഫ്രിക്കയിൽ 3 ഡെസേർട്ടുകളാണ് പ്രത്യേകം നമ്മളെ കാണിച്ചിരിക്കുന്നത്: സഹാറ ഡെസേർട്ട്, കൽഹാരി ഡെസേർട്ട്, നമീബ് ഡെസേർട്ട്. ലോകത്തിലെ ഹോട്ട് ഡെസേർട്ട്സ് എല്ലാം നമ്മളിവിടെ കണ്ടു. ഇത് നമ്മൾ പഠിച്ചു വെക്കുക, അതിനെ കണക്റ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. നിങ്ങൾ കണക്റ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇപ്പോൾ സഹാറ ഡെസേർട്ട് ഏതിനൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം.
അതുപോലെ തന്നെ നമ്മുടെ അറ്റക്കാമ ഡെസേർട്ട് ഏതിനൊക്കെ മാർക്ക് ചെയ്യാം. ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഏതിനൊക്കെ മാർക്ക് ചെയ്യാം. കലഹാരി ഡെസേർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? നമീബ് ഡെസേർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? നോർത്ത് അമേരിക്കയിലും ഒരു ഹോട്ട് ഡെസേർട്ട് ഉണ്ട്. നമ്മൾ പൊതുവെ നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹോട്ട് ഡെസേർട്ടുകളെ പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ അവിടെയും ഹോട്ട് ഡെസേർട്ട് ഉണ്ട്, മൊജേവ്. അപ്പോൾ ഈ ഹോട്ട് ഡെസേർട്ടിൻ്റെ എല്ലാ പ്രത്യേകതകളും അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്തായിട്ട് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. ലോകത്തിലെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ള റീജിയൻസിനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? എവിടെയാണ് മെഡിറ്ററേനിയൻ സീ? ഈ മാപ്പിലേക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ മെഡിറ്ററേനിയൻ സീ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? മെഡിറ്ററേനിയൻ സീ ആഫ്രിക്കയുടെ നോർത്ത് ഭാഗത്ത്, ഏഷ്യയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് കാണുന്ന മെഡിറ്ററേനിയൻ സീ. ഓക്കെ, ആ മെഡിറ്ററേനിയൻ ഒരു ക്ലൈമറ്റ് ലോകത്ത് എവിടെയെല്ലാം എക്സ്പീരിയൻസ് ആവുന്നു, അതാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻസ്. നോർത്ത് അമേരിക്കയിലുണ്ട്, സൗത്ത് അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഏഷ്യയുടെ ഭാഗത്തുണ്ട്. ഓക്കെ, എന്നാൽ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൽ നമ്മൾ ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ആകുന്നതായിട്ട് കാണുന്നില്ല. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ഇങ്ങനെയുള്ള കോണ്ടിനെൻറ്റിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാം. ദ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ നോർത്ത് അമേരിക്ക എക്സ്പീരിയൻസിങ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. നോക്കുക, എ, നോർത്ത് അമേരിക്കയിൽ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ആകുന്ന സ്ഥലമാണ് എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലൈമാറ്റിക് റീജിയൻ ഫൗണ്ട് അലോങ് ദ കോസ്റ്റ് ഓഫ് ദ മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയുടെ കോസ്റ്റിൽ കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ ബി നോക്കുക. മെഡിറ്ററേനിയൻ സീയുടെ വളരെ ക്ലോസ് ആയിട്ടാണ് ബി കാണപ്പെടുന്നത്. ക്ലൈമാറ്റിക് റീജിയൻ ഇൻ സൗത്ത് അമേരിക്ക എക്സ്പീരിയൻസിങ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. സൗത്ത് അമേരിക്ക സി. ലൊക്കേറ്റ് മെഡിറ്ററേനിയൻ സി. മെഡിറ്ററേനിയൻ സി സി. ഇപ്പോൾ ഡി എന്ന് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? മെഡിറ്ററേനിയൻ സി. മെഡിറ്ററേനിയൻ സി ഒരു അല്ലേ ഒരു സ്മോൾ പ്രദേശമാണ്. അത് ഡി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മെഡിറ്ററേനിയൻ സി എന്ന് അവിടെ എഴുതിയിട്ടുമുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ക്ലൈമാറ്റിക് റീജിയൻ വിത്ത് ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിട്രസ് ഫ്രൂട്ട്. സിട്രസ് ഫ്രൂട്ടുകളെ, അതായത് നാരങ്ങയുടെയൊക്കെ സിട്രസ് ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഇ. ഇവിടെയാണ് ഐ കാണിച്ചിരിക്കുന്നത്, നോക്കുക, ഇ. അപ്പോൾ നോർത്ത് അമേരിക്കയിലെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എ, സൗത്ത് അമേരിക്കയിലെ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ സി, നോർത്ത് അമേരിക്കൻ ഈ മെഡിറ്ററേനിയൻ സി തന്നെ ഏതാണെന്ന് മാർക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ സിട്രസ് ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത് ഇ. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് റീജിയൻ ഫൗണ്ട് അലോങ് ദ കോസ്റ്റ് ഓഫ് ദി മെഡിറ്ററേനിയൻ സി, ബി. ഇപ്പം മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെഡിറ്ററേനിയൻ സി എവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത് പ്രത്യേകം മനസ്സിലാക്കുക. മെഡിറ്ററേനിയൻ സി. നെക്സ്റ്റ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. നമ്മൾ സാവന്ന പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ സാവന്ന കണ്ടതാണ് അല്ലേ? സാവന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രാസ് ലാൻഡുകളെ എവിടെയൊക്കെ കാണപ്പെടുന്നു? അത് ട്രോപ്പിക്കലാണ്. സാവന്ന ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഏതൊക്കെയാണ്? 30 ഡിഗ്രിക്കും ഒരു 60 ഡിഗ്രിക്കും ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലാണ് ടെമ്പറേറ്റ് പ്രദേശം കാണപ്പെടുക. അവിടെയാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. എ, ബി, സി, ഡി, ഇ, എഫ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. എ, ആദ്യം എ എടുത്തേ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ദ നോർത്ത് അമേരിക്ക, പിയറീസ്. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് നോക്കുക. പിയറീസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി
അടുത്ത ബി, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിൻ്റെ പേര് പാമ്പാസ്. ബി, പാമ്പാസ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റ് ഭാഗത്ത് പാമ്പാസ്. അടുത്തത് സി, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഏഷ്യ സ്റ്റെപ്പീസ്. ഓക്കെ, സ്റ്റെപ്പീസ്. ഏഷ്യയിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിൻ്റെ പേരാണ് സ്റ്റെപ്പീസ്. അത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തു മനസ്സിലാക്കി വെക്കുക. സി. അടുത്തത് ഡി, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്ക വേൾഡ്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്ക. ഡി, വേൾഡ്. നെക്സ്റ്റ് ഇ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഓസ്ട്രേലിയ ഡൗൺസ്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. ശ്രദ്ധിക്കുക, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഓസ്ട്രേലിയ ഡൗൺസ്. ഇ. അവിടെ പ്രത്യേകം നെയിം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങളും ഇതുപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എഫ്, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ വിച്ച് റെഫേർഡ് ടു ആസ് ദ വേൾഡ്സ് ഗ്രാനറി. വേൾഡ് ഗ്രാനറി എന്നറിയപ്പെടുന്ന ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഏതാണ്? പിയറീസ്. എഫ്. നോർത്ത് അമേരിക്കയിലെ പിയറീസ് തന്നെയാണ് എഫും. ഇവിടെ എഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്താണ്, ലോകത്തിൻ്റെ ഗ്രാനറി എന്നാണ് അറിയപ്പെടുക. വേൾഡ്സ് ഗ്രാനറി, ഏറ്റവും കൂടുതൽ ഗ്രെയിൻസ് അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. അതുകൊണ്ട് ലോകത്തിൻ്റെ ഗ്രാനറി എന്നറിയപ്പെടുന്ന, വേൾഡ്സ് ഗ്രാനറി എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് പിയറീസ്. പിയറീസ് എവിടെയാണ്? നോർത്ത് അമേരിക്കയിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ആണ് പിയറീസ്. അപ്പോൾ അവിടെ രണ്ട് ആൻസർ അത് വരും അല്ലേ. ലോകത്തിൻ്റെ ഗ്രാനറി എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാലും നമുക്ക് പിയറീസ് രേഖപ്പെടുത്താം. നോർത്ത് അമേരിക്കയിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് പിയറീസ് മാർക്ക് ചെയ്യാം. അപ്പോൾ പിയറീസ്, പാമ്പാസ്, സ്റ്റെപ്പീസ്, ദെൻ വേൾഡ്, ഡൗൺസ്. ഓരോ കോണ്ടിനെൻറ്റിലും ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഡിഫറെൻറ്റ് നെയിംസിലാണ് അറിയപ്പെടുക. ആ നെയിംസ് കൂടി നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്നുള്ള രണ്ടാമത്തേതും നമുക്ക് പഠിച്ചു. നമുക്ക് മൂന്നാമത്തേതും നമ്മൾ പഠിച്ചു. ഇന്നത്തെ നമ്മുടെ നാലാമത്തെ നമ്മുടെ മാപ്പിലേക്ക് നോക്കിക്കേ. ടൈഗ റീജിയൻ. ടൈഗ റീജിയനും തുന്ദ്ര റീജിയനും. തുന്ദ്ര റീജിയൻ കറക്റ്റ് നമ്മുടെ പോളാർ ഏരിയയാണ്. അതിൻ്റെ തൊട്ട് സമീപത്ത് കിടക്കുന്ന സെമി പോളാർ എന്ന് പറയുന്ന സ്ഥലമാണ് ടൈഗ. സെമി പോളാർ. പോളാർ ഏരിയയാണ് തുന്ദ്ര. അപ്പോൾ ടൈഗ റീജിയൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പഠിക്കാം. ദ ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് 55 and 70 ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ടൈഗ. എ. Climatic region where coniferous evergreen forests are found in abundance. Taiga. B. ഏഷ്യയുടെ ഭാഗത്തേക്ക് നോക്കുക. Then locate and shade a taiga region in North America. D. C. Locate and shade Canadian taiga region. D. Canadian taiga region. D. North American taiga region. C. Then climatic 55 and 70 കിടയിലുള്ള നോർത്ത് ഹെമിസ്ഫിയർ the Asia. Then climatic region where coniferous evergreen forest, അതും ഏഷ്യ. ടൈഗ റീജിയൻ. അടുത്തതായിട്ട് നമുക്ക് തുന്ദ്ര റീജിയൻ പഠിക്കാം. തുന്ദ്ര റീജിയൻ നോക്കുക. ഏറ്റവും എക്സ്ട്രീം കോൾഡുള്ള നമ്മുടെ പോളാർ ഏരിയയാണ് തുന്ദ്ര. സൈബീരിയ, ഏഷ്യയിലെ സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, നോർത്ത് സ്കാൻഡിനേവിയ, നോർത്ത് കാനഡ, അലാസ്ക. അപ്പോൾ നോർത്ത് അമേരിക്കയുടെ അലാസ്ക,
ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ്, സൈബീരിയ ഏഷ്യയിലാണ്, ഗ്രീൻലാൻഡ് നോർത്ത് അമേരിക്കയിലാണ്, ഐസ്ലാൻഡ് യൂറോപ്പിലാണ്, നോർത്ത് സ്കാൻഡിനേവിയൻ യൂറോപ്പിലാണ്, നോർത്ത് കാനഡ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ്, അലാസ്ക നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് ഈ തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ. തുന്ദ്ര റീജിയൻ കൂടി നോക്കി വെക്കുക. ഐസ്ലാൻഡ് ഇവിടെ കാണാം, അതുപോലെ അലാസ്ക, നോർത്തേൺ കാനഡ, സൈബീരിയ. ഓക്കെ, യൂറോപ്പിലെ ഒരു ഇതുപോലെ എക്സ്ട്രീം കോൾഡുള്ള സ്ഥലമാണ് ഐസ്ലാൻഡ്. യൂറോപ്പിൻ്റെ തന്നെയാണ് നോർത്ത് സ്കാൻഡിനേവിയ. ഓക്കെ, അടുത്തത് നമ്മുടെ മിനറൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. മിനറൽസ്, പ്രധാനപ്പെട്ട മിനറൽസ്. ലാർജസ്റ്റ് അയൺ ഓർ മൈൻ ഇൻ ദ വേൾഡ്, കരജാസ് മൈൻ ഇൻ ബ്രസീൽ ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ കരജാസ് മൈൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആ സ്ഥലം ഒന്ന് കാണുക. ഏറ്റവും കൂടുതൽ അയൺ ഓർ മൈൻ ചെയ്യുന്ന സ്ഥലം. കോപ്പർ ഏറ്റവും കൂടുതൽ മൈൻ ചെയ്യുന്ന സ്ഥലം നമ്മൾ മുൻപ് ഒരു മാപ്പിൽ നമ്മളിത് പഠിച്ചതാണ്. സൗത്ത് അമേരിക്കയിലെ അറ്റക്കാമ, ചിലി അവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അവിടെ കോപ്പർ. കരാജാസിൽ എന്താണ്? അയൺ ഓർ, ഏറ്റവും കൂടുതൽ അയൺ ഓർ. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കരാജാസ് മൈൻ സൗത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗത്ത്, ചിലിയിലാണ് കോപ്പർ, അത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്. ഓക്കെ, കോപ്പറും അയണോറും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് മാപ്പ് സ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മാപ്പ് സ്റ്റഡി ഉണ്ടാകും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.